ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയക്ക് എല്ലാവർക്കും സുഖം. അപ്പോൾ ഇന്നത്തെ വെച്ചാൽ നമ്മളൊരു വണ്ടി വർക്ക് എടുക്കാൻ വേണം. അതായത് നമ്മൾ ഒരു പജീറോയാണ്. അതായത് ഞാൻ എൻ്റെ പജീറോ ബ്രോയ്ക്ക് കൊടുക്കും. ഒരു ബ്രോ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവരുടെ പേര് ഞാൻ അവിടെ ചെന്നിട്ട് എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ബ്രോ പറയണത് ബ്രോയിന് ഒരു വണ്ടി സെറ്റാക്കി കൊടുക്കുക. അതായത് എൻ്റെ ഫണ്ടുണ്ട്. ആ ഫണ്ട് വെച്ച് ഞാൻ ഒരു വണ്ടി എടുക്കുകയാണ്. അപ്പോൾ ആ വണ്ടി ഞാൻ ബ്രോയ്ക്ക് തിരി പണിഞ്ഞ് സെറ്റാക്കി കൊടുക്കും. പിന്നെ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറേ പേർക്ക് ഉപയോഗപ്പെടും. അതായത് പജീറോ മോഡൽ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവർക്ക് ഉപയോഗപ്പെടും. അങ്ങനെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഗേഴ്സ്. ഞാൻ കുറച്ച് ഒന്ന് താമസിച്ചെന്ന് തോന്നുന്നു. ബ്രോ കുറേ നേരം കൊണ്ട് വന്ന് ഞാൻ ഇത്തിരി വീഡിയോ ഒത്തിരി കുറച്ചൊക്കെയാണ് ഭയങ്കര ലെന്തി ആയിപ്പോയി. അതാണ് ഞാൻ പിന്നെ വീഡിയോ ഒത്തിരി ഷോർട്ടാക്കി. അതാണ്ട് ഇടയ്ക്കൊന്ന് ഇതൊക്കെ ഇത് വരും കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ. അപ്പോൾ നമ്മൾ റോഡ് ടു 500 സബ്സ്ക്രൈബാണ്. അപ്പോൾ അതെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ 500 എത്താറായിട്ടുണ്ട്. അപ്പോഴാണ് ഗിവ് അവേ എന്ന് പറഞ്ഞത്. ഗിവ് അവയ്ക്ക് കോയിൻ്റെ കാറ് കൊടുക്കണം, പിന്നെ ഒരു 500K ക്യാഷും കൊടുക്കണം. അതാണ് നമ്മളിപ്പോൾ ചെയ്യണത്. പിന്നെ നമുക്ക് ബ്രോ പറഞ്ഞാൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ വണ്ടി വേണ്ട, എല്ലാവരും കണ്ടു കാണും ഈ വണ്ടി. പിന്നെ നമ്മൾ കാണിക്കണം. നമ്മൾ ബ്രോ പറഞ്ഞാൽ കുറച്ച് നേരം ഇവിടെ നിൽക്കാം ഗൈസ്. ഇവിടെയൊക്കെ നിന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി അടിച്ചിട്ട് നമുക്ക് പോവാം. ഓ ഗൈസ്, ഇത് ജസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. അത് ഗൈസ് വന്നിട്ടുണ്ട് ഗൈസ്. നമ്മളെ ബാക്കിലെത്തി. എവിടെ ഗൈസ്? ഇവിടെ വന്ന് ഗൈസ് ദോ പറഞ്ഞു ഇതേത് വണ്ടിയുടെ? ഇതേത് വണ്ടി? ഓ ഗൈസ്, താറാണ് കേട്ടോ ബ്രോ കൊണ്ടുവന്നത്. താറ് ബ്രോ കൊള്ളാലോ. ഗൈസ് നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് ഓടിച്ച് പോകണം കേട്ടോ. കണ്ടിട്ട് അത്യാവശ്യം സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ബ്രോ ഇവിടെ എത്തിയിട്ട് സെറ്റാണ്. ബ്രോ നമ്മളെ പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ നമുക്ക് പജീറോ മോഡൽ സെറ്റ് ചെയ്ത് തരണം. അതായത് നമ്മൾ LCയിൽ പജീറോ മോഡൽ. ബ്രോ എന്ന് വെച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും ഒരു ഇമോജി ഇട്ടിട്ടുണ്ട്. അല്ല നമ്മൾ വേറെ ഒന്നും ചെയ്യണില്ല. അപ്പോൾ നമ്മൾ വണ്ടി ബ്രോയ്ക്ക് അൺലോക്ക് ചെയ്ത് കൊടുക്കാം. ബ്രോയ്ക്ക് ഈ വണ്ടി എന്തായാലും ഞാൻ കൊടുക്കുകയില്ല. ഞാൻ എന്തായാലും വണ്ടി സോൾവ് ചെയ്തിട്ടുണ്ട് ബ്രോയ്ക്ക് വേണ്ടി. ബ്രോയ്ക്ക് അങ്ങോട്ട് ഞാൻ വണ്ടി വിറ്റ്, അതായത് 0 റുപ്പീസിന് വിറ്റ്. ഇപ്പം അതായത് നമ്മളെ മോൺസ്റ്റർ ട്രക്ക് അങ്ങോട്ട് ബ്രോയിനോട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജീപ്പ് ഒന്ന് ഒട്ടിച്ച് നോക്കാം ഗൈസ്, എങ്ങനെയാണ് പവറെന്ന്. ഓ നമുക്ക് അകത്ത് ഇരുന്ന് ഇൻറ്റീരിയർ ഡ്രൈവ് എന്തൊരു ഗൈസ്. ഇവിടെ ഇത് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അതായത് ഉൾവശത്തെ ഇൻറ്റീരിയർ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഡൗണോളായില്ല. ഓ അയ്യോ ഗൈസ്, ഇത് ഇങ്ങനെ ഇരുന്നോണ്ടെങ്കിൽ എത്ര ടാസ്ക്. കൊള്ളാം. എല്ലാം ഇടിച്ചെടുത്തോണ്ടാണ് ഞാൻ ഇപ്പോൾ പോണത്. നമുക്ക് ഇവിടെ വന്നിട്ട് ഒന്നും കൂടെ തിരിയാം. ഇവിടെ ഒന്ന് തിരിയാം കേട്ടോ. പോയും കൂടെ വരണമെങ്കിൽ കൊള്ളായിരുന്നു, വണ്ടി ഒന്ന് എടുത്തിരുന്നെങ്കിൽ. അപ്പോൾ അങ്ങോട്ട് പോവാമല്ലോ. സെറ്റായിരിക്കുമല്ലേ ഇപ്പോൾ. അതോ വണ്ടി എടുത്ത് ഗൈസ്, വണ്ടി എടുത്ത് നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോകാം. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കറങ്ങിയൊക്കെ അടിച്ച് നമുക്ക് വണ്ടി പണിയണ വീട്ടിലോട്ട് പോകാം ഗൈസ്. നമ്മൾ ഫസ്റ്റ് സബ്സ്ക്രൈബറാണ് ഗൈസ്. പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, അതും കൂടെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്കണം. ആ അക്കൗണ്ട് പേര് തന്നെ പിക്സൽ വേവ് 20 എന്നാണ് കേട്ടോ. അത് ഞാൻ ഒരിത് കാണിച്ചത് നിങ്ങൾ നോക്കിയുള്ളേ. ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടിയും കൊണ്ട് ആക്സിഡൻ്റ് ആയി ഗൈസ്. കണ്ട ഗൈസ്, വണ്ടി മറിഞ്ഞു പോയി. ഈ വണ്ടി തന്നെ ആ സാധനം ഉൾപ്പെടുത്താതെ റെക്കോർഡായിരുന്നു. ഇതാണ് വണ്ടി മറിഞ്ഞതാണ് റെക്കോർഡ്. നമുക്ക് എന്തായാലും ഇങ്ങോട്ട് ഓ ഗൈസ്, വണ്ടി ഉള്ളിൽ കൂടെ ഒക്കെ കയറി ഇറങ്ങി എൻ്റെ വണ്ടിയിലാ. കൊള്ളാമല്ലേ ഗൈസ്, ഈ വണ്ടി കൊള്ളാം കേട്ടോ. അത്യാവശ്യം സെറ്റാണ്, നമ്മളെ ഗരുഡേനെ പോലെ ഉണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും കുറച്ച് നേരം ഞാൻ ബ്രോയിൻ്റെ ഒക്കെ സംസാരിച്ച് സെറ്റാക്കി എന്തൊക്കെ വേണം ഏതൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ബ്രോ പറഞ്ഞ് ഇന്നണക്ക് ഇതെല്ലാം വേണമെന്ന് പറഞ്ഞ് നമ്മളെന്തായാലും സെറ്റായിട്ടുണ്ട്. നമുക്ക് നേരെ നമുക്ക് നമ്മളാ കസ്റ്റംസ് സൈഡിലോട്ട് പോകാം. അതായത് വണ്ടി സെറ്റ് ചെയ്യാം ഗൈസ്. നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്, നമ്മളെ LC. നമുക്ക് ഫസ്റ്റിലേക്ക് കിട്ടണ വണ്ടി ഇതാണ്. ഫസ്റ്റിലേക്ക് കിട്ടണ വണ്ടി എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുമ്പോൾ വെള്ള കളറാണ് ഗൈസ് കിട്ടണം. നമ്മൾ ഫുള്ള് റീസ്റ്റോറേഷൻ ചെയ്ത് ഇനി ഫസ്റ്റ് നമുക്ക് ഗ്ലാസ് ഒന്ന് ഡാർക്ക് ആക്കാം, എങ്കിലേ വണ്ടിക്ക് നല്ല ലുക്ക് വരുള്ളൂ. ഇത് ഒരുപാട് ബ്ലാക്കായി പോലെ. ഗൈസ് ഇത് മതി. നിങ്ങൾ അവിടെ കാണുന്നുണ്ടെന്ന് പറഞ്ഞോളൂ. ഇത് മതി ഗൈസ്, ഇത് സെറ്റാണ്. ഇത് മതി. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ മുമ്പത്തെ ഈ ബമ്പർ മാറ്റണം, അതായത് ഫ്രണ്ടിലത്തെ ബമ്പർ മാറ്റണം. ഇത് വേണ്ട, ഇത് മതി ഗൈസ്. ഇതാണ് കറക്റ്റ്. ഞാൻ വേറൊരാൾക്ക്, അതായത് വേറൊരു സബ്സ്ക്രൈബർ ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അന്ന് വീഡിയോ എടുത്തില്ല. അതെന്തെന്ന് വെച്ചാൽ അത് എനിക്ക് പോലും അറിയണം. ഞാൻ പെട്ടെന്ന് ചെയ്തെടുത്തതാണ് ഗൈസ്. നമുക്ക് മണ്ടലി റൂഫ് ബോക്സ് വെച്ചാൽ പച്ചക്കായിരുന്നു, ബ്ലാക്കായി. പക്ഷേ ഇതാണ് വെക്കണം, അതായത് വേറൊരു ഇതുണ്ടല്ലോ, അതായത് കരിയർ, അതാണ് വെക്കണം. അതിൻ്റെ ഇല്ല. ഞാൻ എന്തെങ്കിലും കോയിൻ കിട്ടണം. ഞങ്ങളിപ്പോൾ കണ്ടാലേ അറിയാം എത്ര കോയിൻ എൻ്റെ ഉണ്ടെന്ന്. 0 കോയിനാണ് ആകെ, അതേ ഉള്ളൂ ഗൈസ്. പിന്നെ ആ ഫ്രണ്ടിൽ ലൈറ്റ് വരണത് വെച്ചാൽ അത് വേണ്ട ഗൈസ്, അത് അലിമ്പായി പോകും. ഇതാകുമ്പോൾ കുറച്ചുകൂടെ അട്രാക്റ്റീവ്. അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ സൈഡിൽ ഒന്ന് റെഡ് അടിച്ച് 2 സൈഡിലും സെറ്റാക്കി ഇടണം. നമുക്ക് സൈഡിൽ 2 സൈഡിൽ റെഡൊക്കെ അടിച്ച് സെറ്റായിട്ട് കാണാം ഗൈസ്.
കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുള്ള് റെഡൊക്കെ അടിച്ച് സെറ്റായി. റെഡ് അടിച്ചതല്ല, നമ്മൾ റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് സൈഡിൽ പജേറോ എന്ന് വയ്ക്കാം. പജേറോ സ്പോട്ടാക്കിയേ വേണം. സ്പോട്ട് അത്ര ഒരു എടുപ്പ് വേണം. അത് നമുക്ക് പജേറോ ഇത് ഏത് മോഡൽ നടന്നുണ്ടാകും 100 എനിക്കൊരു മനസ്സിലാവുള്ള കേസ് ഇത് വായിക്കാൻ പോലും പറ്റുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ മോഡലാണ് എന്തായാലും എടുക്കാനുള്ളൂ. അപ്പോഴേ വണ്ടിക്ക് കറക്റ്റ് ഇതാകും. അതായത് വൈറ്റ് കളർ തന്നെ വേണം. നിങ്ങൾക്ക് പജീറോ യെല്ലോ ഇല്ല, പിന്നെ ബ്ലാക്ക് ഉണ്ടാവും. ബ്ലാക്ക് ഉണ്ടാവും, അതെനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ നോക്ക്, എല്ലാവരും സെർച്ച് ചെയ്തൊക്കെ നോക്ക് ബ്ലാക്ക് ഉണ്ടായില്ലേന്ന്. ഇനി 2 സൈഡിലും നമുക്ക് ഇനി ഇത് സെറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇതിൽ ആർക്കെങ്കിലും KTM കാർ എന്തെങ്കിലും അറിയാമോ? ഞാൻ സത്യമായിട്ട് ഞാൻ പറയണേ, എനിക്ക് KTM കാർ എന്തെന്ന് അറിഞ്ഞൂടാ. കുറേ പേരൊന്ന് കളിയാക്കുമെന്നറിയെങ്കിലും കുഴപ്പമില്ല ഗൈസ്. ഈ KTM കാർ എന്ന സത്യത്തിൽ എന്തിനാണ്? ഒരു ബ്രോ എന്നിട്ട് ചോദിച്ചത്, ബ്രോ KTM കാർ തരുമില്ല. പക്ഷേ എനിക്കിതായിട്ട് മനസ്സിലായില്ല KTM കാർ എന്തരാണെന്ന്. KTM കാർ എന്ന് പറഞ്ഞാൽ ഇത് മോഡിഫൈ ചെയ്യാത്തതാണ്, അതേറ്റ് കൂടിയ വണ്ടികളാണ്. നിങ്ങൾ അറിയാവുന്നവർ ഒത്തിരി ഒന്ന് പറയണേ, എനിക്ക് കറക്റ്റ് ഇത് അറിഞ്ഞുകൂടാ, അതാണ് ഞാൻ ചോദിക്കുന്നത്. കളിയാക്കണവരൊക്കെ കളിയാക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യത്തിൽ ഞാൻ ചോദിച്ചത്. എല്ലാവർക്കും അറിയാവുന്നവരൊക്കെ കാണുമല്ലോ ഇതൊക്കെ, അതാണ് പിന്നെ ഞാൻ ചോദിച്ചത്. പിന്നെ ഈ സൈഡ് നമുക്ക് ഈ വൈറ്റ് എടുക്കണം കേട്ടോ, ഈ താഴത്തെങ്കിൽ വണ്ടി എന്നുള്ള ഒറിജിനാലിറ്റി ആണ്. നമ്മൾ പക്ക ഒറിജിനാലിറ്റി മോഡലാണ് എടുക്കുന്നത്. നമുക്ക് അലോ ഇടണം, നമ്മൾ കോയിൻ്റെ അലോ ആണ് കേസ് വരുന്നത്, നല്ല ബ്ലാക്കായി പോകും. ഇത് അത്യാവശ്യം സൈസ് വേണം. അകത്തോട്ട് ഇത്ര മതിയായിരിക്കും ഗൈസ്, ഇത് മതി. നമ്മൾ പജറോന്നൂടെ എഴുതണം, പക്ഷേ ഇതിപ്പം സെറ്റായി വണ്ടി. ജസ്റ്റ് കളറിൻ്റെ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു. വണ്ടിക്ക് വേറൊരു പ്രശ്നമില്ല. നമ്മൾ ഹൈറ്റ് അത്യാവശ്യം നല്ലോണം ഹൈറ്റ് ഇൻക്രീസ് ചെയ്യണം. നമ്മൾ ടയർ കുറച്ചും കൂടെ ഓഫ് സെറ്റ് ചെയ്യണം, അതായത് ടയർ വെളിയിലോട്ട് ഇറക്കി വെക്കണം കുറച്ചും കൂടെ. അപ്പോഴേ വണ്ടിക്ക് ആ എടുപ്പ് വേണം. ഓഫ് റോഡിലൊക്കെ കിടിലാവുള്ളൂ. നമ്മൾ LC ഓഫ് റോഡിന് ഇട്ടാന്തോ, എങ്കിലും വണ്ടി നല്ല കിടിലായിട്ട് LC ഓഫ് റോഡിലൊക്കെ കയറും. അത്യാവശ്യം നല്ലോണം കയറും. ഞാൻ അന്ന് മറ്റേ ഇതിനെ പറഞ്ഞ പോലെ ആവൂലേ ഗൈസ്. ഞാൻ വേറൊരു വീഡിയോയിൽ പറ്റിയാൽ ഇതിനെ പറഞ്ഞല്ലോ, ഹൈലക്സിന്, അതുപോലെ ആവാതിരുന്ന മതി. ഗൈസ് കളറൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. വണ്ടി സെറ്റായി, നമുക്ക് ബ്രോയിൻ്റെ അടുത്ത് പോകാം ഗൈസ്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ ഇതിൽ ചെറിയൊരു ഡീറ്റെയിലും കൂടെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഗൈസ്. ഫ്രണ്ടിൽ കണ്ട നമ്മൾ ഇത് ഉൾപ്പെടുത്താൻ മറന്നു ഗൈസ്, ഇത് റെക്കോർഡായില്ല. ഫ്രണ്ടിൽ ഞാനൊരു ഫോഗ് ലാമ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു ഇൻസ്റ്റാൾമെൻറ്റ് ID ആണ് കൊടുത്തേക്കണം. ബ്രോയിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് ID തന്നെ കേസ് കൊടുത്തേക്കണം. അതിപ്പോൾ കാണാൻ പറ്റില്ല എന്താണെന്ന്. അത് കുഴപ്പമില്ല, അതങ്ങ് വിട്ടേക്ക്. നമുക്ക് എന്തായാലും ബ്രോ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് വെയിറ്റ് ഗൈസ് വന്നിട്ടുണ്ടോ ഗൈസ്? നമ്മൾ വണ്ടി പറത്തി കടിക്കണമല്ലോ. നമ്മളെ വണ്ടി ഫുള്ള് സ്പെക്ക് കയറ്റി, അതായത് ഫുൾ വണ്ടി പവർ കൂട്ടി പവറേഷ് ആക്കിയിട്ടുണ്ട് ഗൈസ്. പവറേഷ് വണ്ടി നല്ല പവറാണ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ എത്ര ഒന്ന് ജസ്റ്റ് എടുക്കട്ടെ ഗൈസ്. വണ്ടി ഉൾവശം കണ്ട നമ്മൾ ഇൻറ്റീരിയറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. വണ്ടി ഫുള്ളി സെറ്റാണ്. നമ്മൾ മിററിൻ്റെ ഓഫ് ചെയ്തിട്ടേക്കെന്നാണ് തോന്നണം. ഞാൻ എന്തായാലും ഞാൻ ഇങ്ങോട്ട് തന്നിട്ടുണ്ട് ഗൈസ്. എന്നെ കൂടെ ചേർത്തിട്ടിട്ട് വേണം നല്ല ഫോട്ടോ എടുക്കാൻ. ഇങ്ങനെ ഇട്ട ബ്രോ ഇങ്ങനെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഇട്ടു. ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം ഗൈസ് വണ്ടിയിലാ, എങ്കിലേ സെറ്റ് ആവുള്ളൂ. കണ്ട ഗൈസ്, നമ്മൾ മറ്റേ ഞാൻ വേറൊരു വീഡിയോ ഇട്ടില്ലേ ഷോർട്സ് വണ്ടിയിൽ, പക്ഷേ അത് ഈ വണ്ടിയല്ല ഗൈസ്, അത് വേറൊരു ബ്രോയ്ക്ക്. ആ ബ്രോയിൻ്റെ വണ്ടിയാണ് ഞാൻ ചെയ്തു കൊടുത്തത്. അതാണ് ഞാൻ പറഞ്ഞ അതിൻ്റെ ഞാൻ വീഡിയോ എടുത്തില്ല. അതല്ലാതെ ഞാൻ എടുത്ത് രണ്ടാമത് ബ്രോയിനെ വിളിച്ചിട്ട് ഫുൾ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. അതാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഗൈസ്. ഗൈസ് ഇതാണ് നമ്മളെ സബ്സ്ക്രൈബർ മച്ചാൻ ഗൈസ്. ഫ്രണ്ട് ബോണസ് തുറന്നു, നമുക്ക് എന്തായാലും തുറന്നിട്ടാലോ. ഇപ്പോൾ ഫോട്ടോ എങ്ങനെ എടുക്കണമെന്ന് അറിയാൻ വയ്യ ഗൈസ്. പിന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് കയറി നോക്കണം. പക്ഷേ സെറ്റാണ്, അതിലും കുറച്ച് വീഡിയോ കിട്ടുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ കൊള്ളാമായിരുന്നു. ഇതൊക്കെ കയറി എന്നാൽ എന്ത് സ്വിച്ച് ആത്ത മാറിപ്പോയി. ഗൈസ് നമ്മൾ ഹൈഡ് ചെയ്തിട്ടുന്നൊക്കെ തിരിച്ചു വന്ന് ഗൈസ്. ബ്രോ ആണ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും നേരെ എക്സ്ചേഞ്ചിലോട്ട് കിടക്കാം. പിന്നെ ഞാൻ ഇപ്പോൾ ഈ വണ്ടിയുടെ കളർ ഞാൻ മാറ്റും ഗൈസ്, വേറൊരു മോഡിഫിക്കേഷൻ ചെയ്യും. പജീറോ അല്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്, ഏത് മോഡൽ വേണം. നമ്മൾ LCക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഏത് ഡിസൈൻ വേണമെന്ന്, ഏത് മോഡൽ വേണം LCക്ക്. സത്യത്തിൽ ഉള്ളതൊക്കെ പറയണേ, അല്ല വേറൊന്നും പറയലേ അറിഞ്ഞൂടാത്തതെന്ന്. ഞാൻ ഇത്ര എനിക്ക് അത്യാവശ്യം ഡിസൈനൊക്കെ കണ്ടാൽ ചെയ്യാൻ പറ്റും ഗൈസ്. നിങ്ങൾക്ക് ഇതുപോലെ ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ വന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ ID ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അവിടെ വന്ന് മെസ്സേജൊക്കെ ഇട്ടാൽ നിങ്ങൾക്ക് ഞാൻ തരാം ഗൈസ്, അതെ ചെയ്ത് തരാം ഗൈസ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിലോട്ട് ഇടും, എല്ലാവർക്കും ചെയ്യണം ഗൈസ്. നമ്മൾ എക്സ്ചേഞ്ച് ഓഫർ ഇട്ടിട്ടുണ്ട് ഗൈസ്, 2 വട്ടം ഇട്ട്. ഞാൻ ആദ്യം ഇട്ടു, പക്ഷേ അത് വീഡിയോയിൽ വന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇത് ഓഫ് ചെയ്യും, അതായത് ഈ ഇടയ്ക്കുള്ള സാധനങ്ങളൊന്നും വരാത്ത. എക്സ്ചേഞ്ച് ഓഫർ ഇട്ടല്ല, പിന്നെന്ത് ബ്രോ എടുക്കാത്തത്? അത് അക്സെപ്റ്റ് ചെയ്യണില്ലല്ലോ, പിന്നെന്ത് ബ്രോ എക്സ്ചേഞ്ച് എന്ന് പറയണം. പക്ഷേ ഞാൻ ഇത് എക്സ്ചേഞ്ച് ഓഫർ ഇട്ടായിരുന്നു. വണ്ടി നല്ല പവറാണ്
സൗണ്ട് കൊടുക്കാൻ പറ്റൂല വണ്ടിയിൽ. ഞാൻ സൗണ്ട് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ എടുത്ത. അതിൻ്റെ വണ്ടിയുടെ സൗണ്ട് അല്ലേ. നമുക്കൊന്നും കൂടെ ചോദിക്കാം ഗൈസ്. ബ്രോ ഇനിയെങ്കിലും എടു ബ്രോ. ഗൈസ് ബ്രോ വണ്ടി എടുത്തു. ഗൈസ് ബ്രോ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മളെ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ കാണുമായിരിക്കും. ബൈ.